ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചപ്പാത്തിയുടെ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഈ ബാക്കി വരുന്ന ചപ്പാത്തി വെറുതെ കളയുകയാണ് സാധാരണ പതിവ്. അപ്പോൾ ഞാനിന്ന് അതുപോലെ ബാക്കി വന്ന കുറച്ച് ചപ്പാത്തി കൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ഒന്ന് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 6 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കൈകൊണ്ട് വളരെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ്. പരമാവധി എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി നമ്മൾ ഇത് പീസാക്കണം. ഇത് മുറിച്ച് മാറ്റിയത് വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് പീസാക്കി നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാൻ 6 ചപ്പാത്തി ഇതേപോലെ ചെറിയ പീസുകളാക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, ടീസ്പൂൺ അല്ല. ടീസ്പൂണും ടേബിൾ സ്പൂണും രണ്ടളവാണ്. ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. എരി കൂടിയ പച്ചമുളകാണ് 2 എണ്ണം ചേർത്തത്, അല്ലെങ്കിൽ 3 4 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് റെഡിയായി ഒരു ചെറിയ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 മുറി ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. 1/2 മുറി ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന 2-3 ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറിയ വേവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് കുക്ക് ചെയ്യാൻ. അര സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മീറ്റ് മസാല, ഇറച്ചി മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇറച്ചി മസാല കയ്യിലില്ലെങ്കിൽ നമ്മൾ ഗരം മസാല ചേർത്തപ്പോൾ അത് 1 സ്പൂണാക്കി ചേർത്ത് കൊടുത്താൽ. നമ്മൾ 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ 1/2 സ്പൂണ് ഇറച്ചി മസാലയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇറച്ചി മസാല ഇല്ലെങ്കിൽ 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലകളൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു 4 മുട്ട ഉടച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്ത് ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാവൂ. ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടണം. ഇതൊന്ന് സെറ്റാകുന്ന വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്. സെറ്റായി ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഓവറായിട്ട് ഇളക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുട്ട ഒഴിച്ച് നമ്മൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസും 2 സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇത് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കൊത്തിയെടുക്കുക. നമ്മൾ കൊത്തി ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ കൊത്തുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഈ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസാലകളും വെജിറ്റബിൾസും ആ ചപ്പാത്തി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കൊത്തിയെടുക്കുന്നത്. നമ്മളുടെ കൊത്തി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തിയോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ.